എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡീപോൾ പബ്ലിക് സ്കൂൾ കൽപ്പറ്റ അവതരിപ്പിക്കുന്ന പരിപാടികൾ തുടരുന്നു. ഡിസംബർ 5 ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ഇതിൻ്റെ പ്രഥമ പ്രിൻസിപ്പളായിട്ട് ശ്രീ TV ജോർജ് സാർ സ്ഥാനമേറ്റു. 2010 വരെ അദ്ദേഹമായിരുന്നു ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായി ചുമതലയേറ്റിരുന്നത്. ഇപ്പോൾ ഇവിടെ 1200ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവിടെ 51 ടീച്ചേഴ്സ് ഇവിടെ പ്രവർത്തന നിരതരായിട്ടുണ്ട്. 18ഓളം നോൺ ടീച്ചിങ് സ്റ്റാഫ് ഇവിടെ സേവനം ചെയ്തു വരുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി 8ഓളം സ്കൂൾ ബസ്സുകൾ ഈ സ്കൂളിനായിട്ടുണ്ട്. ദേശീയപാതയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം പലതിലും ഒരു മാതൃകയാണ്. പത്തൊൻപതും 20ഉം നൂറ്റാണ്ടുകളിൽ പെരുന്നാളുകളിലും ഉത്സവങ്ങളിലും അരങ്ങ് തകർത്ത കഥാപ്രസംഗം കേൾക്കാൻ കേരളീയർ തടിച്ചുകൂടിയ ഒരു കാലമുണ്ടായിരുന്നു. ഗൃഹാതുരത്വം നിറഞ്ഞു നിൽക്കുന്ന ആ ഓർമ്മകളിലേക്ക് ഒരെത്തിനോട്ടമാണ് പകരക്കാരൻ എന്ന ഈ കഥാപ്രസംഗവുമായി അഭിനയും കൂട്ടുകാരും. നമസ്കാരം. പ്രശസ്ത ആംഗലേയ സാഹിത്യകാരൻ ഹർമന്ത് സാവിനോയുടെ പകരക്കാരൻ എന്ന ഇംഗ്ലീഷ് ചെറുകഥയെ ആധാരമാക്കി പ്രശസ്ത കവിയും ഗാനരചയിതാവും സംഗീതജ്ഞനുമായ ശ്രീ കൂമ്പാര ബേബി തയ്യാറാക്കിയതാണ് ഈ കഥാപ്രസംഗം. നൂറ്റാണ്ടുകളിലൂടെ യഹൂദജനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന രക്ഷകനായ യേശുവിനെ ഒരിക്കലെങ്കിലും കാണണമെന്ന ഒരു കൊള്ളക്കാരന്റെ മോഹം ചെന്നവസാനിക്കുന്നത് ഗാഗുൽത്തായിലെ മരക്കുരിശിലാണ്. അവിടെ നിന്നും വാർന്നൊഴുകി ജീവൻ വെടിഞ്ഞ ആ ദിവ്യ സ്നേഹത്തെ നോക്കിക്കണ്ട ഒരു പാപിയുടെ കഥയാണിത്. ഒരു യുഗം മുഴുവൻ പറഞ്ഞു തീർന്നാലും തീരാത്ത ആ ത്യാഗത്തിന്റെ കഥ കേവലം സമയപരിധിക്കുള്ളിലേക്ക് ഞാൻ ചുരുക്കുകയാണ്. നിങ്ങൾ ഏവരുടെയും അനുഗ്രഹത്തോടെ സഹൃദയ സമക്ഷം ഞാൻ അവതരിപ്പിക്കുന്നു പകരക്കാരൻ. അതാ അങ്ങോട്ട് നോക്കൂ. പ്രൗഢഗംഭീരമായ പാലസ്തീനയിലെ ഗവർണർ പീലാത്തോസിന്റെ കൊട്ടാരമാണ് കാണുന്നത്. വെണ്ണക്കല്ലുമെഴുകിയ ഗോപുര കവാടത്തിനരികെ വ്യാളിമുഖം കൊത്തിയ വളഞ്ഞ വാതിലുകൾ, അതിനുമപ്പുറം സുഗന്ധമൊഴുകുന്ന വാതായനങ്ങളെ മറയ്ക്കുന്ന ചുവന്ന മൃദുലമായ പട്ടുവിരികൾ, പച്ചപ്പട്ടുവിരിച്ച അകത്തളങ്ങളിൽ കടഞ്ഞെടുത്ത ശിലാസനങ്ങൾ, ആസ്ഥാന മണ്ഡപത്തിൽ അഖിലിന്റെയും ചന്ദനത്തിന്റെയും പരിമളം, തലേന്ന് 30 വെള്ളിത്തൊട്ടുകൾ വാങ്ങി ചുംബനം കൊണ്ട് ഒറ്റിയ ശിഷ്യൻ യൂദാസിന്റെ ആത്മഹത്യാ വാർത്തകൾ മുഖരിതമായ പാലസ്തീനയിലെ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്നവയിൽ ഘനീഭവിച്ചു നിൽക്കുന്നു. തണൽ മരങ്ങൾ ചുരത്തുന്ന ശീതള ഛായയിൽ
പീലാത്തോസിന്റെ കൊട്ടാരം തലയെടുപ്പോടെ നിൽക്കുകയാണ്. അവിടെ ഒരു വിചാരണ നടക്കുകയാണ്. നോക്കൂ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ കരുണയോടെ സകലരെയും കരകയറ്റിയവൻ. ആ സ്നേഹനിധിയായ യേശുവിനെയാണ് കുറ്റാരോപിതനായി പ്രത്തോറിയത്തിൽ നിർത്തിയിരിക്കുന്നത്. പ്രധാന പുരോഹിതന്മാരും പ്രമാണിമാരും അവന്റെ മേൽ നിർത്താതെ കുറ്റം ആരോപിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ എല്ലാം ചോദ്യങ്ങൾക്ക് ഒരക്ഷരം പോലും പ്രത്യുത്തരം നൽകാതിരുന്ന യേശുവിന്റെ മുഖത്ത് നോക്കി പീലാത്തോസ് ചോദിച്ചു, നീ പാപിക്കും പരദേശിക്കും മാനസാന്തരം നൽകുന്നുവെന്ന് നാം കേൾക്കുന്നു. നീ ചുങ്കക്കാർക്കും വേശ്യകൾക്കുമൊപ്പം ഭക്ഷണത്തിനിരിക്കുന്നുവെന്ന് നാം കേൾക്കുന്നു. നീ സ്വയം രാജാവായി ആരോഹിതനായി എന്നും ഇവർ പറയുന്നു. നാം ഈ കേട്ടതെല്ലാം സത്യമാണോ? സത്യമാണോ? ഉത്തരം പറയുക നീ മനുഷ്യ, ഒന്നും മുറിയാടാതെ നിൽപ്പതെന്തേ? ഉത്തരം പറയുക നീ മനുഷ്യ, ഒന്നും മുറിയാടാതെ നിൽപ്പതെന്തേ? ശിക്ഷ വിധിക്കാനും രക്ഷ വിധിക്കാനും കഴിയുന്നവൻ ഞാൻ കഴിയുന്നവൻ. ശിക്ഷ വിധിക്കാനും രക്ഷ വിധിക്കാനും കഴിയുന്നവൻ ഞാൻ കഴിയുന്നവൻ. ഉത്തരം പറയുക നീ മനുഷ്യ, ഒന്നും മുറിയാടാതെ നിൽപ്പതെന്തേ? അവരുടെ എല്ലാം ചോദ്യങ്ങൾക്ക് മുൻപിൽ തെല്ലും കൂസാതെ നിൽക്കുന്ന യേശുവിനെ കണ്ട് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. പ്രധാന പുരോഹിതന്മാരുടെയും പ്രമാണിമാരുടെയും അസൂയ നിമിത്തമാണ് അവനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. യേശുവിനെ എങ്ങനെ രക്ഷിക്കാമെന്ന് പീലാത്തോസ് ഒരു നിമിഷം ചിന്തിച്ചുപോയി. ആ മൗനത്തിനിടയിൽ രോഷാകുലരായ ജനക്കൂട്ടം വിളിച്ചു പറയുന്നത് പീലാത്തോസ് കേട്ടു. ഏയ് പീലാത്തോസ്, നിങ്ങൾക്ക് ഇവനെ വിധിക്കാനാകില്ലെങ്കിൽ അത് പറയൂ, ബാക്കി കാര്യം ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം. മനസ്സില്ലാ മനസ്സോടെ ദേശാധിപതി ചോദിച്ചു, തിരുനാൾ ദിവസത്തിൽ ജനത്തിന് പ്രീതികരനായ ഒരു തടവുകാരനെ വിട്ടയക്കുക പതിവാണല്ലോ. കുപ്രസിദ്ധനും കൊള്ളക്കാരനും തടവുകാരനായി ജയിലിൽ കഴിയുന്നവനുമായ ബറാബാസിനെ വിട്ടയക്കണമോ അതോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ വിട്ടയക്കണമോ? ആ ജനക്കൂട്ടം ഒന്നാകെ വിളിച്ചു പറഞ്ഞു, തറച്ചു കൊല്ലുക ഈ ശത്രുവിനെ, മോചിതനാക്കൂ തടവു കൊള്ളിയാം ബറാബാസിനെ. കൊള്ളക്കാരൻ ആണെങ്കിലും അവൻ ഇവനേക്കാൾ ഭേദമല്ലേ, ഇവനേക്കാൾ ഭേദമല്ലേ. ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാകില്ലെന്ന് കണ്ട പീലാത്തോസ് അല്പം വെള്ളമെടുത്ത് ജനക്കൂട്ടത്തിന് മുൻപിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിങ്ങൾ ഇവനെ കൊണ്ടുപോയി നിങ്ങളുടെ യുക്തം പോലെ ചെയ്തു കൊള്ളുക. ആ ജനക്കൂട്ടം സന്തോഷത്താൽ തുള്ളിച്ചാടി. ആവേശത്താൽ അവർ ആർത്തട്ടസിച്ചു. അതാ പ്രത്തോറിയത്തിന്റെ കാഞ്ചന കവാടങ്ങൾ അടയുന്നു. യേശുവുമായി ജനക്കൂട്ടം പുറത്തേക്ക് വരുന്നു. ആ ജനപ്രളയത്തിനുള്ളിൽ യേശു ഏകനായി. ചാട്ടയും ചമ്മട്ടിയുമായി റോമാ പടയാളികൾ കടന്നു വരുന്നു. ഊരിഞ്ഞു മാറ്റി മേലങ്കി അണിച്ചു ചെങ്കുപ്പായം, മുൾമുടി ചാർത്തി ശിരസിങ്കൽ നീളുന്നു ഘോഷയാത്ര. പരിഹാസത്തിൻ പദയാത്ര. പച്ചില പോലും കരിയുന്ന ആ കനത്ത വെയിലിൽ അതാ ആ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുന്നു. സ്നേഹിതനു വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ലോകത്തെ പഠിപ്പിച്ച ആ മഹാത്യാഗത്തെ തറയ്ക്കാനുള്ള കുരിശാണ് അവർ അദ്ദേഹത്തെ കൊണ്ട് ചുമപ്പിക്കുന്നത്. ആ വലിയ മരക്കുരിശുമായി യേശുവദ വീണും എഴുന്നേറ്റും വലിഞ്ഞും ഇഴഞ്ഞുമായി ഗാഗുൽത്തായിലേക്ക് നീങ്ങുന്നു. ആ വിലാപയാത്ര അങ്ങനെ അകന്നകന്നകന്നു പോയി.
ഇഷ്ടമില്ലാത്തൊരാ മർത്യനെ കുരിശേറ്റാൻ ഗോൽഗോഥായിലേക്കുള്ള യാത്ര, തലയോടിടത്തിലേക്കുള്ള യാത്ര. സമയം മധ്യാഹ്നത്തിലേക്ക് എടുക്കുന്നു. നാടും നഗരവും ജനപ്രളയത്താൽ നിറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്നതാ ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഭീമാകാര രൂപിയായ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. ജനക്കൂട്ടം പേടിച്ച് ഓടിയകലുന്നു. അരയിലും മാറിലും നാമമാത്രമായ വസ്ത്രം, നീണ്ടു പിരിഞ്ഞു കിടക്കുന്ന ഇടതൂർന്ന തലമുടി, രൗദ്രം മുറ്റി നിൽക്കുന്ന ചുവന്ന വട്ടക്കണ്ണുകൾ, നീണ്ടു വികൃതമായി കിടക്കുന്ന താടിരോമങ്ങൾ. ജനക്കൂട്ടത്തിനിടയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന മഹാ തേജസ്വിയായ ഒരു സ്ത്രീയത. അവളുടെ അടുത്തേക്ക് അയാൾ ഓടിയെടുക്കുന്നു. അവളുടെ മുഖത്ത് പ്രസരിക്കുന്ന ദിവ്യശോഭ. അതിനിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ ചാലുകളിൽ അയാളുടെ കണ്ണുകൾ ഉടക്കി. ഒരല്പ നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ ചോദിച്ചു, ആരെയാണ് ഇന്ന് ക്രൂശിക്കുന്നത്? എന്താണ് അയാൾ ചെയ്ത പാതകം? ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആകുന്നില്ല മകനെ എനിക്കത് പറയാൻ, എനിക്കാകുന്നില്ല അത് പറയാൻ. ശത്രുവിനെ പോലും സ്നേഹിക്കുവാൻ പഠിപ്പിച്ചവൻ, കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമനു നാവും നൽകിയവൻ, പാരിൽ പാപികൾക്കായി സ്നേഹം പങ്കിട്ടവൻ. അതാണ് മകനെ അവൻ ചെയ്ത പാതകം. അന്നമില്ലാത്തവർക്ക് അന്നം കൊടുത്തത് പാപമാണോ? നാടുനീളെ സഞ്ചരിച്ച് നന്മകൾ ചെയ്തത് പാപമാണോ? അത് പാതകമാണോ? കരയുന്നവന്റെ കണ്ണുനീർ തുടച്ചത് പാപമാണോ? പട്ടിണി പാവങ്ങളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചത് പാപമാണോ? പൊട്ടിക്കരയുന്ന ആ സ്ത്രീയുടെ മുഖത്തേക്ക് കണ്ണിമ ചിമ്മാതെ നോക്കി നിന്ന അയാൾ ചോദിച്ചു, ആരാണ് അവന്റെ പകരക്കാരൻ? അറിയുമോ? ബറാബാസ്. അവനാണ് ഇന്ന് യേശുവിന് പകരം മോചിതനായവൻ. ഒരല്പനിമിഷം സ്തബ്ധനായി നിന്ന ശേഷം അയാൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാനാണ് യേശുവിൻ്റെ അമ്മ. അമ്മേ മാപ്പ്, ഞാനാണ് ബറാബാസ്, ഞാനാണ് ബറാബാസ്. അയാൾ അതാ ആ അമ്മയുടെ കാൽക്കൽ വീണ് മാപ്പിരക്കുന്നു. ആ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ആ അമ്മ വിതുമ്പി, നിനക്കറിയുമോ, ഒരു പാപം ചെയ്യാഞ്ഞിട്ടും പാപിയായവൻ, ഒരു തെറ്റുപോലും ചെയ്യാഞ്ഞിട്ടും കുറ്റക്കാരനായവൻ, അതാണ് എൻ്റെ മകൻ. അവനാണിന്ന് കുരിശേറുന്നത്. അന്നാദ്യമായി ബറാബാസിന്റെ കണ്ണുകൾ ഈർന്നണിഞ്ഞു. അവന്റെ കണ്ടമിടറി അവൻ പറഞ്ഞു, ഞാൻ പോവുകയാണമ്മേ, ഞാൻ ഗോൽഗോൽത്തായിലേക്ക് പോവുകയാണ്. പകരക്കാരനായിട്ടല്ല, പാപിയായി തന്നെ. ഞാൻ എൻ്റെ കർത്താവിനെ മോചിപ്പിക്കും. പകരം ഞാൻ ആ മരക്കുരിശിൽ മരണം വരിക്കും. ഞാൻ പോവുകയാണമ്മേ, പോവുകയാണ്, ഞാൻ പോവുകയാണ്. അയാൾ ആ കിതപ്പോടെ ഇറങ്ങിയോടി. പാമ്പുകൾക്കൊപ്പം ഞാണചെഞ്ചിടപ്പിരിയുമായി ഗോൽഗോൽത്താമല കേറാൻ ഓടുകയാണയാൾ സമനില കൈവിട്ട ഭ്രാന്തനെ പോലെ അതിവേഗം. വായു വേഗത്തിൽ അയാൾ ഓടി. പാതയോരങ്ങളിലായി ഓക്കുമരങ്ങൾ ചില്ലകൾ വിരിച്ച തണൽ പോലും അയാൾക്ക് ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി. ക്രൂശിതനായ യേശുവിന്റെ മുഖം തന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് പോലെ അയാൾക്ക് തോന്നി. പിന്നീട് ആ രൂപവും നെഞ്ചിലേറ്റി അയാൾ ഓടുകയായിരുന്നു. ഇടയ്ക്കെപ്പോഴോ തനിക്കെതിരെ മലയിറങ്ങി വരുന്ന ജനക്കൂട്ടത്തെ കണ്ട് അയാൾ പരിഭ്രാന്തനായി. അയാൾ കൂടുതൽ പരിഭ്രാന്തനായി. ആ ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അയാൾ വീണ്ടും ഓടുകയാണ്. ഓടി അയാൾ അതാ ഗാഗുൽത്തായുടെ വിരിമാറിലെത്തുന്നു. അവിടെ ആ ദാരുണമായ കാഴ്ച കണ്ട് അയാൾ തളർന്നു വീഴുന്നു. പൊട്ടിക്കരഞ്ഞു, യേശുവേ, ദൈവപുത്ര, അങ്ങയെ പറ്റി കേൾക്കുവാനല്ലാതെ ഒരിക്കൽ പോലും കാണാൻ കഴിയാത്ത മഹാപാപിയാണ് ഞാൻ. ഒരു തെറ്റും ചെയ്യാത്ത അവിടുന്ന്
ദുഷ്ടനും നീചനുമായ എന്റെ പകരക്കാരനായി മരക്കുരിശിൽ മരണം വരിക്കേണ്ട എന്നെ നീ മോചിപ്പിച്ചു. എന്റെ പകരക്കാരനായി, എനിക്ക് നീ പകരക്കാരനായി. അതുവരെ അതിശക്തനായിരുന്ന കൊള്ളക്കാരൻ ബറാബാസത തളർന്നു വീഴുന്നു. പെട്ടെന്ന് ആരുടെയോ മൃദുലമായ കരങ്ങൾ അയാളെ താങ്ങുന്നതായി അയാൾക്ക് തോന്നി. മന്ത്രമധുരമായ ആശ്വാസത്തിന്റെ കുളിർവീചികൾ അയാളെ തഴുകി തലോടുന്നതായി അയാൾക്ക് തോന്നി. ബറാബാസ് കണ്ണു തുറന്ന് ചുറ്റും നോക്കി. ഇല്ല, ആരുമില്ല, തനിക്ക് ചുറ്റും ആരുമില്ല. അപ്പോൾ ബറാബാസിന് ഒന്ന് ബോധ്യമായി. യേശുവിന്റെ നെഞ്ചു കീറി ഒഴുകുന്ന ചുടുചോര തുള്ളികളാൽ താൻ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ കഴുകി ശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു. സർവോപരി ഞാനൊരു മനുഷ്യനായിരിക്കുന്നു. അവന്റെ തിരുമാറിൽ നിന്നും ഒഴുകും ചോരയാൽ, അവന്റെ തിരുമാറിൽ നിന്നും ഒഴുകും ചോരയാൽ, അവന്റെ തിരുമുറിവിൽ നിന്നും ഇനിയും ചുടുചോരയാൽ കഴുകുക നീ പ്രിയനാഥാ. ആ പാദം ഞാൻ സുഖമാകാൻ കഴുകുക നീ പ്രിയനാഥാ. ആ പാദം ഞാൻ സുഖമാകാൻ, ആ പാദം ഞാൻ സുഖമാകാൻ, ആ പാദം ഞാൻ സുഖമാകാൻ. എന്റെ കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ ഒത്തിരിയേറെ സംഭാവനകൾ ഡീപ്പോൾ നൽകുന്നുണ്ട്. അതിനായിട്ടൊരു ലാംഗ്വേജ് ലാബ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വർഷവും കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷയിൽ അതായത് പുരോഗമനമുണ്ടാവുകയും അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ കുട്ടികൾ അവർ 10ാം ക്ലാസ്സിലാണെങ്കിലും 12ാം ക്ലാസ്സിലാണെങ്കിലും ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല സമ്മാനങ്ങൾ, ഏറ്റവും ഉന്നതമായ 95% വിജയം മാർക്ക് കരസ്ഥമാക്കി അവർ കടന്നുപോയിട്ടുണ്ട്. ഇവിടെ ഈ സ്കൂളിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ മേൽനോട്ടത്തിൽ പെൺകുട്ടികൾക്കായി ഒരു ഹോസ്റ്റലും പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളുടെ പാഠ്യപ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ ഒരുപോലെ തന്നെ സ്ഥാനം കൊടുക്കാറുണ്ട്. ഡാൻസ്, കീബോർഡ്, അബാക്കസ്, കരാട്ടെ, യോഗ, അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക് അത് സ്കൂൾ ടൈമിൽ തന്നെ പഠിക്കുവാനുള്ള ഒരവസരം ഡീപ്പോൾ പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രത്യാശയുടെയും സഹനത്തിൻ്റെയും ജീവിതമായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയുടെയും. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ 2ാം വരവിനായി ഓരോരുത്തരും പ്രതീക്ഷയോടെ ഇരിക്കുന്നത്. പരമാത്മാവിനെ സർവസ്വവും നൽകി തൃപ്തിപ്പെടുത്തുവാൻ ആത്മസന്തോഷത്തോടെ വെമ്പൽ കൊള്ളുന്ന ജീവാത്മാവ്. പ്രത്യാശയുടെ ഈ ചരിത്രവുമായി ഒരു ഭരതനാട്യത്തിലൂടെ നമ്മുടെ മുന്നിലെത്തുന്നു ആഞ്ചലിയ റോബിൻ. തമസിൻ പ്രഭയ ജ്യോതിസേ വന്ദനം വന്ദനം കതിരുളി ചൊരിയും ദീപമേ വന്ദനം തദ്ധണം കുതകധി കുതകതധി കിട്ടതും ത തീ ധ നാ ജ നൂ ധി മീ ത ക ത ജ നൂ ത ധി മീ ത ത ധി കി ത തും തത്തി ധ ന
జెన్ను ధిమ్మి తక్క తాం జెన్ను తాం ధిమ్మి తాం తద్ది కిట్ట తుం తట్టి ధన్నా జెన్ను ధిమ్మి తక్క తా జెన్ను తా ధిమ్మి తా తద్ది కిట్ట తుం తట్టి ధన్నా జెన్ను ధిమ్మి తక్క తాగాగ జెన్ను తాగాగ ధిమ్మి తాగాగ తద్ది కిట్ట తుం తట్టి ధన్నా జెన్ను ధిమ్మి తక్క తాగాగ జెన్ను తాగాగ ధిమ్మి తాగాగ తద్ది కిట్ట తుం తట్టి ధన్నా జెన్ను ధిమ్మి తక్క తాగాగ జెన్ను తాగాగ ధిమ్మి తాగాగ తద్ది కిట్ట తుం తట్టి ధన్నా జెన్ను ధిమ్మి తక్క తాగాగ జెన్ను తాగాగ ధిమ్మి తాగ తద్ది కిట్ట తుం తట్టి ధన్నా జెన్ను ధిమ్మి తక్క తా జెన్ను తా ధిమ్మి తాం తద్ది కిట్ట తుం తట్టి ధన్నా జెన్ను ధిమ్మి తక్క తా జెన్ను తా ధిమ్మి తాం తద్ది కిట్ట తుం తట్టి ధన్నా జెన్ను ధిమ్మి తక్క తా జెన్ను తా ధిమ్మి తా తద్ది కిట్ట తుం తట్టి ధన్నా జెన్ను ధిమ్మి తొందరి కిట్ట తగ ధన్న జెన్ను ధిమ్మి కిట్ట తొందరి కిట్ట తగ తట్టి ధన్నా ధన్న ధన్న జెన్ను 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 ధిమ్మి 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 కిట్ట కిట్ట తట్టి ధన్నా ధన్న జెన్ను జెన్ను ధిమ్మి ధిమ్మి కిట్ట తట్టి ధన్న జెన్ను ధిమ్మి త దిత్తా తజం తట్టి కిట్ట తుం తట్టి కిట్ట తుం తట్టి కిట్ట తుం తక్క దిత్తా తజం త ధీం కిట్ట తుం త ధీం కిట్ట తుం త ధీం కిట్ట తుం త దిత్తా తజం త ధీం కిట్ట తగ దరి కిట్ట తుం త ధీం కిట్ట తగ దరి కిట్ట తుం త ధీం కిట్ట తగ దరి కిట్ట తుం तामसिं प्रभय ज्योतिषे वन्दनं वन्दनं कतिरुळि चुरियुं दीपमे वन्दनं वन्दनं तामसिं प्रभय ज्योतिषे वन्दनं वन्दनं कतिरुळि चुरियुं दीपमे वन्दनं தத்தளம் குத்தக்கதி குத்தக்க ததி கிட்ட தும் தின்ன தடி கிட்ட ஜம் தஜம் த கிட்ட தன்னம் த கிட்ட தக்க ஜம் தடி கிட்ட ஜம் தஜம் த கிட்ட தன்னம் த கிட்ட தின்ன தடி கிட்ட ஜம் தக்க ஜம் தடி கிட்ட ஜம் தின்ன தடி கிட்ட ஜம் தக்க ஜம் தடி கிட்ட ஜம் தின்ன தடி கிட்ட ஜம் தக்க ஜம் தடி கிட்ட ஜம் தின்ன தாம் தக்க தடி கிட்ட தக்க தக்க தம் தக்க தடி கிட்ட தக்க தின்னம் தடி கிட்ட தக்க தம் தக்க தடி கிட்ட தக்க தின்னம் தடி கிட்ட தக்க ஜம் தக்க நம் தக்க ரம் தக்க தி தஜம் 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 தஜം जनन वेळയിൽ प्रभ चोरिल्नु निൻ സ്നേഹ സാന്നിധ്യമോ ജീവമന്നയായി ജനന വേളയിൽ പ്രഭ ചൊരിഞ്ഞു നിൻ സ്നേഹ സാന്നിധ്യമോ ജീവമന്നയായി ജനന വേളയിൽ പ്രഭ ചൊരിഞ്ഞു നീ സ്നേഹ സാന്നിധ്യമോ ജീവമന്നയായി സരിഗരി സനിധ പാമഗരി ഗായം ഗരി ഗമ പദ നിസ ഗരി സനിധ നിസ സരി ഗമ ഗരി ഗരി സനിധ നിരി നി ഗരി സനിരി സനി ദസനി ദ പദ നിതി രക്തം ചൊരിഞ്ഞു നീ
രക്ഷയായതും ഉയരേക്കുവാൻ ജീവജ്യോതി സാക്കുവാൻ രക്തവും മാംസവും ഭോജമായി നൽകി ജീവൻ വെടിഞ്ഞതോ ദൈവസുതരാക്കുവാൻ തമസിൻ പ്രഭയ ജ്യോതിസേ ഈശ്വര പാഹിമാം ഭുവനത്രയത്തിൽ അധിപന തളം കുതകതി കുതകതി കിട്ടതും തദിത്താങ്കുത ദീം കിട്ടതു തകതതി താങ്കുത ദീം കിട്ടതു ദീം കിട്ടതു തകതതി താങ്കുത ദീം ത്രികടതും ദീം ത്രികടതും ദീം ത്രികടതും ഈശ്വര പാഹിമാം ഭുവനത്രയത്തിൽ അധിപനാകും ദേവ ഈശ്വര പാഹിമാം ഭുവനത്രയത്തിൽ അധിപനാകും ദേവ സാ റിസ സനിധ നിധ പദ പ ഗമ പപ പദ ധനി രിസ സ സരി ഗരി സനി നി ധനി സനി ധ പപ നിര പദ നി സനി ധനി സ സരി ഗരി സനി സരി ഗരി സ നി ധ രി സനി ധ പ ഗരി സനി ധരി സനി ധ പ ഗമ പദ നി രി സ നി ധ പ സ നി ധ പ മ ഗമ പദ പ മ പദ നി പദ നി സരി ഗരി സ നി ധ ഗരി സനി ധ ഗരി സനി ധരി സനി ധ പ ഗമ പദ നി ഈശ്വര പാഹിമാം ഭുവനത്രയത്തിൽ അധിപനാകും ദേവ ഈശ്വര പാഹിമാം ദേവ ഇന്നത്തെ സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. ഡീപോൾ പബ്ലിക് സ്കൂൾ കൽപ്പറ്റ അവതരിപ്പിക്കുന്ന കൂടുതൽ പരിപാടികൾ കാണാം അടുത്ത ആഴ്ച.